നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കാപ്പ പ്രതിയെ മാലയിട്ട് സ്വീകരിച്ച് കയ്യിൽ ചെങ്കൊടി പിടിപ്പിച്ച് വീണ ജോർജും കൂട്ടരും ആവേശത്തിൽ വിളിച്ചു ഇൻകുലാബ് സിന്ദാബാദ്. ഇതിന്റെ വീഡിയോ പുറത്തു വന്നപ്പോൾ വീണയും പെട്ടു, CPM-ഉം അടപടലം പെട്ടു. ക്രിമിനൽ കേസിലെ പ്രതിക്ക് അംഗത്വം കൊടുക്കുന്ന പരിപാടിയിൽ മന്ത്രി തന്നെ നേരിട്ട് പങ്കെടുത്തത് വലിയ വിവാദമായിരിക്കുകയാണ്. വീണ ജോർജിനെ കാലുമടക്കി തൊഴിച്ച് പാർട്ടി സെക്രട്ടറി. വിഷയത്തിൽ വൻ വിവാദം ഇപ്പോൾ കത്തിപ്പടരുകയാണ്. കാപ്പ പ്രതിക്ക് പാർട്ടിയിൽ അംഗത്വം കൊടുത്തിട്ട് സംഭവം കയ്യിൽ നിന്ന് പോയപ്പോൾ വീണ ജോർജും കൂട്ടരും നിന്ന് മെഴുകുകയാണ്. ആയിരക്കണക്കിന് ആളുകളാണ് പാർട്ടിയിലേക്ക് വരുന്നത്. പത്തനംതിട്ടയിൽ കാപ്പ പ്രതി പാർട്ടിയിലേക്ക് വന്നത് ഏരിയ കമ്മിറ്റി സംഘടിപ്പിച്ച പരിപാടിയിലാണ്. BJP-യിലും RSS-ലും പ്രവർത്തിച്ചവരാണ് പാർട്ടിയിലേക്ക് വന്നത്. വിശദമായ മറുപടി ഇക്കാര്യത്തിൽ പാർട്ടി ജില്ലാ സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട്. ഒരാശങ്കയ്ക്കും അടിസ്ഥാനമില്ല. CPM-നെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണിത്. മുൻപ് തെറ്റായ രാഷ്ട്രീയവും രീതികളും പിന്തുടർന്നവർ അത് ഉപേക്ഷിച്ചുകൊണ്ടാണ് പാർട്ടിയിലേക്ക് വന്നത്. അതുകൊണ്ടാണ് അവർ ചെങ്കൊടി ഏന്താൻ തയ്യാറായി വന്നതെന്നും മന്ത്രി വീണ ജോർജ് തള്ളിമറിച്ചത്. പാർട്ടിയിലേക്ക് വരുന്നതോടെ ക്രിമിനൽ പശ്ചാത്തലം ഇല്ലാതാകുമോ എന്ന ചോദ്യത്തിന് മന്ത്രി മറുപടി പറഞ്ഞില്ല. എന്തായാലും നല്ല ഒന്നാം തരം പണിയാണ് വീണ ജോർജ് ഇപ്പോൾ CPM-ന് ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത്. ഗോവിന്ദൻ സഖാവ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി, അതായത് ഏകദേശം ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതു മുതൽ MV ഗോവിന്ദൻ സഖാവ് എല്ലായിടത്തും ജില്ലാ കമ്മിറ്റി യോഗങ്ങളിലും പിന്നെ നടത്തിയ പത്രസമ്മേളനങ്ങളിലും എല്ലാം പറഞ്ഞത് പാർട്ടി തെറ്റുതിരുത്തും, തെറ്റായ നയങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തിരുത്തി ജനങ്ങളുടെ പാർട്ടിയായി ഇത് മുന്നോട്ട് വരും, ജനങ്ങൾ അംഗീകരിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ മുന്നോട്ട് കാഴ്ചവെക്കും, എല്ലാ തെറ്റും ഞങ്ങൾ തിരുത്തിയിരിക്കും എന്നൊക്കെയാണ്. പക്ഷേ തെറ്റിൽ നിന്ന് തെറ്റിലേക്ക് തന്നെയാണ് ഈ പാർട്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. ക്രിമിനൽ പശ്ചാത്തലമുള്ള ആൾക്കാരെയൊക്കെയാണ് പാർട്ടിയിൽ അംഗത്വം കൊടുത്ത് വാഴിക്കുന്നത്. എന്തായാലും MV ഗോവിന്ദന് ഇതിലും വലിയ അടി ഇനി കിട്ടാനില്ല. സഖാവെ, ഇതാണോ നിങ്ങൾ പറഞ്ഞ തിരുത്തലെന്ന ചോദ്യം വന്നതോടെ MV ഗോവിന്ദന്റെ വായിലെ പിരി വെട്ടിയിരിക്കുകയാണ്. മൂപ്പര് AKG സെന്ററിൽ കയറി കഥ കടച്ചൊരൊറ്റ ഇരിപ്പാണ്. CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി KP ഉദയഭാനുവാണ് ശരൺ ഉൾപ്പെടെ നിരവധി പേരെ പാർട്ടിയിലെത്തിച്ചത്. ക്രിമിനൽ കേസുകളിലും കാപ്പയിലും ഉൾപ്പെട്ട ശരൺ ചന്ദ്രനെ ന്യായീകരിക്കാൻ പെടാപ്പാടുപെടുകയാണ് പത്തനംതിട്ട CPM നേതൃത്വം. ഒരു സ്ത്രീയെ ആക്രമിച്ച കേസിൽ ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം നേടി കഴിഞ്ഞ ജൂൺ 23-നാണ് ശരൺ ചന്ദ്രൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയത്. ഇതിനുശേഷം ഇയാൾ നേരിട്ട് KP ഉദയഭാനുവിനെ കാണുകയും താനടക്കം 60 യുവാക്കളെ CPM-ലും DYFI-ലും എത്തിക്കണമെന്നും അറിയിക്കുകയായിരുന്നു. ഇതേ തുടർന്നാണ് കഴിഞ്ഞ ദിവസം കുമ്പഴ ലിജോ ഓഡിറ്റോറിയത്തിൽ ചേർന്ന യോഗത്തിൽ ഇവരെ മാലയിട്ട് CPM-ലേക്ക് വീണ ജോർജ് സ്വീകരിച്ചത്. ശരൺ ഇപ്പോൾ കാപ്പ പ്രതി അല്ല എന്നൊക്കെയാണ് ഉദയഭാനു പറയുന്നത്. എന്നാൽ സത്യം അതല്ല. കാപ്പയിലെ 15(1) വകുപ്പ് പ്രകാരം ദക്ഷിണ മേഖല DIG നിശാന്തിനി ശരൺ ചന്ദ്രന് താക്കീത് നൽകിയതിന്റെ രേഖകൾ പുറത്തു വന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷം മേയിലാണ് ഇയാൾക്കെതിരെ കാപ്പ ചുമത്തി താക്കീത് നൽകിക്കൊണ്ടുള്ള നോട്ടീസ് നൽകിയത്. ഇനി കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടാൽ നാട് കടത്തുമെന്നായിരുന്നു താക്കീത്. അതിനുശേഷം പത്തനംതിട്ട സ്റ്റേഷനിലെ ഒരു 308 കേസിൽ ഇയാൾ പ്രതിയായി. ഇതോടെ കാപ്പ ലംഘിച്ചു എന്ന പേരിൽ മലയാലപ്പുഴ പോലീസ് കേസെടുത്ത് അറസ്റ്റ് ചെയ്തു. കോടതിയിൽ ഹാജരാക്കിയെങ്കിലും ജാമ്യം അനുവദിച്ചു. ജാമ്യം ലഭിച്ചു പുറത്തിറങ്ങിയ ശരണിനെ കോടതിക്ക് പുറത്തു വെച്ച് തന്നെ പത്തനംതിട്ടയിലെ കേസിൽ പിടികൂടി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ജൂൺ 23-നാണ് റിമാൻഡ് കാലാവധി കഴിഞ്ഞ് ഇയാൾ പുറത്തിറങ്ങിയത്. ഹൈക്കോടതിയിൽ നിന്നുമാണ് ജാമ്യമെടുത്തത്. ശരൺ BJP അനുഭാവി മാത്രമാണ്, പ്രവർത്തകൻ പോലും ആയിരുന്നില്ല. ഇക്കാര്യം മറച്ചുവെച്ച് BJP അംഗമെന്ന നിലയിലാണ് കഴിഞ്ഞ ദിവസം കുമ്പഴ ലിജോ ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനത്തിൽ ഇയാൾക്ക് CPM അംഗത്വം കൊടുത്തത്.